ഹലോ, നല്ല നമസ്കാരം. കോലാഹലം ഒറ്റവാക്കിൽ പറഞ്ഞാൽ മൊത്തത്തിൽ കുഴപ്പമായിട്ടുള്ള ഒരു സിനിമ. ഒരു കള്ളൻ ഒരു രാത്രിയിൽ മോഷ്ടിക്കാൻ ഒരു വീട്ടിൽ കയറുന്നു. മോഷണത്തിന് ഇടയിൽ ആ റൂമിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ മരിക്കുന്നു. വൃദ്ധനായ ഒരു മനുഷ്യൻ മരിക്കുന്നു. അദ്ദേഹം പ്രശസ്തനായ ഒരു ചെണ്ട വിദ്വാനാണ്. ഇതാണ് കഥ. അദ്ദേഹം മരിക്കുന്നത് കൊണ്ട് ആ കള്ളന് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ കുടുങ്ങിപ്പോവുകയാണ്. ഇതാണ് കഥ സാരം. ഒരു രാത്രിയും ഒരു പകലും നീണ്ടു നിൽക്കുന്ന കഥ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ് സിനിമയുടെ ആ ഒരു ത്രെഡ്. ഇതിൻ്റെ പോസിറ്റീവ് എന്നതിനപ്പുറം ഇതിൻ്റെ സംവിധായകനെ കൈയടിക്കാൻ തോന്നുന്നത് ഇതിലെ പുതുമുഖ ആർട്ടിസ്റ്റുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് വളരെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് തന്നെ എല്ലാവരും നല്ല കൈയൊതുക്കത്തോടു കൂടി തന്നെ അവരവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി സംവിധായകൻ റാഷിദ് പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പോസിറ്റീവ് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ള ഷിഹാബ് ഒങ്ങല്ലൂർ അദ്ദേഹത്തിൻ്റെ വർക്ക് കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു നല്ല ഭാഗവും ഒരു 50% കൂടുതൽ സീനുകളും നൈറ്റ് ഷോട്ടുകളായതുകൊണ്ട് തന്നെ നൈറ്റ് മോഡാണ് അത് മൊത്തത്തിൽ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ DOP ബെസ്റ്റായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കളറിങ്ങും വളരെ മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ചില സീനുകൾ, ഒരു 2-3 സീനുകൾ എനിക്ക് മനസ്സിലിങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. അത് ഒന്ന് കള്ളൻ ഫുഡ് കഴിക്കുന്ന ഒരു സീന് നന്നായിട്ട് തന്നെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാരാൻ്റെ മകളുടെ പ്രേമത്തിനിടയിലുള്ള പാട്ടിനിടയിലുള്ള ഒരു നല്ലൊരു സീനും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം കള്ളൻ്റെ സീനിൽ വരുന്ന ആ ഒരു പാട്ടിലും നല്ല ഒരു കിടിലം ഒരു ഫ്രെയിം എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു 2-3 ഫ്രെയിം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നൈറ്റ് മോഡും നല്ല ഭംഗിയായിട്ട് തന്നെ DOP ഗംഭീരമാക്കി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും ഇതിൻ്റെ പോസിറ്റീവ് ഘടകം ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ കളറിങ്ങും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സും എനിക്ക് നല്ല ഒരു ഗുഡ് ഫീലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കോലാഹലം എന്ന് പറയുന്ന തെർമോകോൾ കട്ടിങ്ങിലുള്ള ആ ഒരു സാധനം അത് നല്ല ഗംഭീരമായിട്ട് തന്നെ അത് ആ ഒരു ഗ്രാഫിക്സ് വർക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷേ ഫൈനൽ കട്ടിൽ വരുമ്പോൾ ഫൈനലിൽ എഴുതി കാണിക്കുമ്പോൾ അത് നോർമൽ രീതിയായിപ്പോയി എന്നത് മാത്രമാണ് അതിൽ ആ ഗ്രാഫിക്സിൽ വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ കളറിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഇത് മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും നല്ല ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണ്ടത്ര രീതിയിൽ ഒരു സീനിനെ പോലും എലിവേറ്റ് ചെയ്യുവാൻ വേണ്ടി സഹായിച്ചിട്ടില്ല. ആകപ്പാടെ ഒരൊറ്റ സീൻ മാത്രമാണ് അദ്ദേഹം കാലിന്മേൽ കാലും കയറ്റിയിരിക്കുന്ന ഒരൊറ്റ സീനിൽ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സീനിനെ എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എല്ലാം പ്ലെയിനായിട്ടാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സോങ്ങുകൾ എല്ലാം വളരെ ഒരു നല്ല 2 പാട്ട് എനിക്ക് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ വരികളും നല്ല ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പാട്ടും ഒന്ന് ചിതയിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പാട്ടും അവസാനത്തെ പാട്ടും അതോടൊപ്പം തന്നെ ഒരു സ്കൂൾ കുട്ടികളുടെ ഒരു പ്രേമത്തിൻ്റെ ആ ഒരു പാട്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മോശമാണെങ്കിൽ പോലും ആ പാട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടി വിഷ്ണു ശിവശങ്കർ എന്ന് പറയുന്ന സംഗീത സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൽ ഡാർക്ക് കോമഡികൾ തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. തിരികെ കയറ്റിയത് ഒന്നും തന്നെ വർക്കായിട്ടില്ല. ഒന്ന് ചാനലുകൾക്ക് കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്ന കോമഡി ആയിക്കോട്ടെ, മാരാൻ്റെ മകള് വീട്ടിലേക്ക് വരുമ്പോൾ ആശാൻ അല്ലെങ്കിൽ അമ്മാവൻ പറയാൻ ശ്രമിക്കുന്ന കോമഡി ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഗുണ്ടയുടെ കോമഡി ആയിക്കോട്ടെ, അങ്ങനെയുള്ള കോമഡികളൊന്നും തന്നെ എനിക്ക് വർക്കൗട്ടായിട്ടില്ല. കൂടെ സിനിമ കണ്ടവർക്കും അത് വർക്കൗട്ടായിട്ട് അങ്ങനെ ചിരി പടർത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ ആവശ്യമില്ലാതെ ഒരു 2 പ്രേമം, ചന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ ശശിയുടെയും മക്കളുടെ പ്രേമം ഇതിൽ ആവശ്യമില്ലാത്ത പ്രേമമായിരുന്നു. അതിന് അവർക്ക് പാട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ് മെയിൻ കണ്ടന്റിനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഒരു സാധനമായിട്ട് എനിക്ക് അതിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ മാരാൻ്റെ മകളുടെ പ്രേമം മാത്രമാണ് ഇതിൽ അനിവാര്യമായിട്ടുള്ളത്. കാരണം അവൾ എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തായി
പുറത്താക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ബ്രസീൽ അതോടൊപ്പം തന്നെ അർജൻറ്റീനയും തമ്മിലുള്ള ആ ഒരു ഫാൻ ഫൈറ്റ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മെയിൻ കണ്ടൻറ്റുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു? അതല്ലെങ്കിൽ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെ ഈ മരണ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ബ്ലെൻഡ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നത് കുറിച്ച് കൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ലാൽ ജോസ് എന്ന് പറയുന്ന പഴയ സംവിധായകൻ ഇതിൽ വന്ന് പിന്നെ കയ്യൊപ്പ് വച്ചിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് അദ്ദേഹം വീട്ടിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ വെച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ, ഈ സിനിമ മാർക്കറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സിനിമയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകും? അപ്പോൾ ലാൽ ജോസിനെ പോലുള്ള ഒരാൾ അവാർഡുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹത്തെ വലിച്ച് കയറ്റിയതാണോ, അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആക്കിയതാണോ എന്ന് എനിക്ക് തോന്നി. വളരെ ചെറിയ ഒരു സിനിമയാണ് ഇതിനെ ഇത്തിരി എഡിറ്റ് ചെയ്ത് ക്രിസ്പി ആക്കിയെങ്കിൽ വളരെ മനോഹരമാക്കാൻ കഴിയുമായിരുന്നു എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ജാതിയെയാണോ അതോ മനുഷ്യനെയാണോ പടിക്ക് പുറത്ത് നിർത്തേണ്ടത്? അങ്ങനെ ജാതിയെയും മതത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സോഷ്യൽ പൊളിറ്റിക്സ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഫൈനൽ കട്ടിൽ മാത്രമാണ് എനിക്ക് ഏതെങ്കിലും തരത്തിൽ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇൻ്റർവെല് വരെയും നല്ല രീതിയിൽ ലാഗ് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇൻ്റർവെല്ലിന് മുമ്പുള്ള ആ ഒരു പഞ്ച് തന്നെയും അത്ര രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. മ്യൂസിക് പരമായിട്ടായിരുന്നാലും ആ സീൻ ബേസ് ആയിരുന്നാലും അത്രയും എലിവേറ്റ് ചെയ്യാൻ ആ ഒരു പഞ്ച് അതിന് ഇൻ്റർവെല്ലിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതും എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് കള്ളൻ മോഷ്ടിക്കുന്ന പണം എന്ന് പറയുന്നത് ഡാർക്ക് കളറിലുള്ള നോട്ടായിരുന്നു. അദ്ദേഹം ആദ്യ സീനിൽ മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുന്നത്, മരണത്തിൻ്റെ ചിലവുകൾക്കായി കൊടുക്കുന്ന നോട്ട് സെയിം നോട്ടാണ്. രണ്ടാമത് കൊടുക്കുന്നത് 2000 വയലറ്റ് കളറിലുള്ള നോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതെവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്? അത് ഒരു ടെക്നിക്കലി എന്തോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ, അതേ പറയുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ടൈം 1:15 1:45 അങ്ങനെ ഒരു സമയം കൂടി ടാർഗറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ ബേസാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഒരു രാത്രിയും ഒരു പകലും നടക്കുന്നതായിട്ട് ഇതിനെ ചുരുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ മാരാറിൻ്റെ മകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുമ്പോൾ കാണിച്ചു പോകുന്ന ചില സാധനങ്ങൾ, അത് പൊളിറ്റിക്കലി എത്രത്തോളം അത് തന്നെ ഇന്നും അതൊക്കെ സമൂഹത്തിൽ വാല്യുബിളാണോ, ഈ നമ്മുടെ മലയാളികൾക്കുടെ ഇടയിൽ അത് വാല്യുബിളാണോ എന്നതുകൂടി നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിരുന്നു. അതും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണോ? മൊത്തത്തിൽ ഈ സിനിമ സമയവും സൗകര്യമുണ്ടെങ്കിൽ OTTയിൽ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു നോർമൽ സിനിമ. എന്നെ ഈ സിനിമ ഒട്ടും തന്നെ തൃപ്തിപ്പെടുത്തിയില്ല. 5ൽ ഒരു 2.5 മാർക്ക് കൊടുക്കാവുന്ന സിനിമയാണ് ആയിട്ടാണ് എനിക്ക് കോലാഹലം ഫീൽ ചെയ്തത്. ഓക്കെ, താങ്ക് യു.